നോർത്ത് പറവൂർ വിശുദ്ധ ഡോൺ ബോസ്കോ ദേവാലയത്തിൽ തിരുഹൃദയ ഊട്ടുതിരുനാളിന് വെള്ളിയാഴ്ച രാവിലെ 10-ന് കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ തിരുനാൾ കൊടികയറ്റുകയും മുഖ്യ കാർമ്മികനായി ദീപബലി അർപ്പിക്കുകയും ചെയ്യും. തിരുനാളിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ചും വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തുകയുണ്ടായി. വികാരി ഫാദർ ജോയി കല്ലറയ്ക്കൽ സംസാരിച്ചു. ജൂൺ 7, 8, 9 തീയതികളിലായിട്ട് നടക്കുന്ന തിരുഹൃദയ തിരുനാളിലേക്ക് വിശുദ്ധ ഡോൺ ബോസ്കോ പറവൂർ ഡോൺ ബോസ്കോ ദേവാലയത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുകയാണ്. 7-ാം തീയതി രാവിലെ 10:15 ആണ് അഭിവന്യ പിതാവ് തിരുനാളിൻ്റെ കൊടിയേറ്റ കർമ്മം അഭിവന്യ അംബ്രോസ് പുത്തൻവീട്ടിൽ പിതാവ് തിരുനാളിൻ്റെ കൊടിയേറ്റ കർമ്മം നിർവഹിക്കുന്നത്. അതിനുശേഷം ശനിയാഴ്ച വൈകിട്ട് തിരുക്കർമ്മങ്ങൾ ഉണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട ഊട്ടുതിരുനാളിന്റെ ദിവസം 9-ാം തീയതിയാണ്. 9-ാം തീയതി രാവിലെ 6:30 മുതൽ രാത്രി 8 മണി വരെ ഈ ദേവാലയത്തിൽ തുടർച്ചയായി വിശുദ്ധ കുർബാനയും നൊവേനയും ആരാധനയും ഉണ്ടാകും. അതിലേറ്റവും പ്രധാനപ്പെട്ട തിരുക്കർമ്മം 10:30 മണിക്കുള്ള തിരുക്കർമ്മമാണ്. അത് അഭിവന്യ മുൻ ബിഷപ്പായിട്ടുള്ള അഭിവന്യ ജോസഫ് കാരിക്കശ്ശേരി പിതാവാണ് ഊട്ടുസദ്യ ആശീർവദിക്കുന്നതും അതോടൊപ്പം പ്രധാന ബലി അർപ്പിക്കുന്നതും. കൂടാതെ ഇതിന്റെ തിരുനാളിന്റെ ഭാഗമായിട്ട് 2 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന്, ഈ ഇടവകയിൽ തന്നെ 2 വ്യക്തികളുടെ ഓർമ്മയ്ക്കായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്കോളർഷിപ്പിന്റെ വിതരണം. അപ്പൊ അത് ഈ വർഷം നമ്മൾ 7 ഉപരിപഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന 7 വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തിരുനാളിന്റെ ഫണ്ടിന്റെ ഒരു വിഹിതം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഈ വർഷം നമ്മൾ ഫണ്ടിന്റെ ഒരു വിഹിതം ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്ന രോഗികൾക്കാണ് മാറ്റിവെക്കുന്നത്. അപ്പോൾ അത് പിന്നീട് അതിന്റെ വിശദ കാര്യങ്ങൾ പിന്നീട് അറിയിക്കുന്നതാണ്. അപേക്ഷകൾ സ്വീകരിച്ച് അർഹരായിട്ടുള്ള രോഗികൾക്ക് സാധിക്കുന്ന രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ജാതിമത ഭേദമന്യേ അനേക കാര്യങ്ങൾ പങ്കെടുക്കുന്ന ഈ ഊട്ടുതിരുനാളിലേക്ക് രാത്രി 9 മണി വരെ ഊട്ടുസദ്യ ഉണ്ടായിരിക്കും. എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ തിരുഹൃദയ സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജനറൽ കൺവീനർ ചാർലി പുളിക്കൽ വിശേഷം പങ്കുവച്ചു. തിരുനാളിന്റെ ഈ തിരുനാളിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ വർഷങ്ങളായിട്ട് ഓരോ വർഷവും ഇവിടെ ഭക്തജനങ്ങൾ, അതായത് ഈ എല്ലാ നാനാജാതി മതസ്ഥര് അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞല്ല വേണ്ടത്. അപ്പം ദൈവത്തിന്റെ ഒരു വരപ്രസാദം അത് എല്ലാ വർഷവും ആൾക്കാർ സന്തോഷത്തോടെ വന്ന് ആ തിരുനാളിൽ പങ്കെടുത്ത് ആ ഊട്ടുസദ്യയിൽ അവർ കഴിച്ചു പോകുമ്പോൾ അവരുടെ ഒരു സന്തോഷം. അത് മാത്രമല്ല, നമ്മളിത് ചെയ്യുന്നത് ഒരു തിരുനാളായിട്ട് മാത്രം, വിശുദ്ധ തിരുനാളായിട്ട് മാത്രമല്ല, ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ പറഞ്ഞ പോലെ അതിൽ നിന്നും ഇത് വരുന്ന ഒരു വിഹിതം എടുത്ത് നമ്മൾ ചാരിറ്റി പ്രവർത്തനം കൂടി ചെയ്യുന്നുണ്ട്. അത് കാലാകാലങ്ങളായിട്ട് ചെയ്ത് തുടർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മൾ ആ ചെയ്യുന്നത് അത് ദൈവത്തിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ ഒരു ദൈവസന്നിധിയിൽ ഒരു മഹത്തരമായ കാര്യമായിട്ടാണ് നമ്മളത് കാണുന്നത്. ജോയിന്റ് കൺവീനർ NM മാർട്ടിൻ സംസാരിച്ചു. എത്തിച്ചേരുന്ന പറവൂരിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമാണ് പറവൂർ ഡോൺ ബോസ്കോ ദേവാലയം. ഈ വർഷം 2024 ഈ ദേവാലയത്തിലെ ഈശോയുടെ തിരുഹൃദയ തിരുനാൾ 7, 8, 9 തീയതികളിലായിട്ട് നടക്കുകയാണ്. അതിൻ്റെ ആഘോഷങ്ങളും എല്ലാം നടന്നു കഴിഞ്ഞു. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഈ മഹോത്സവത്തിൻ്റെ ജനറൽ കൺവീനറായി പ്രവർത്തിക്കുന്നത് ശ്രീമാൻ ചാർലി പുളിക്കൽ ആണ്. ജോയിന്റ് കൺവീനേഴ്സായിട്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മേരി പാപ്പച്ചൻ, പിന്നെ ഞങ്ങളുടെ ഒരു 500ഓളം പേര് ഒരു വലിയൊരു കമ്മിറ്റി വിവിധ മേഖലകളിലായതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തിരുനാളിൻ്റെ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ജോയിച്ചനാണ്. ജോയിച്ചനെ ഇത് കൂടുതൽ കാര്യം വിശദീകരിക്കും. പറവൂർ താലൂക്ക് പ്രസ് ക്ലബിന്റെ പത്രസമ്മേളനത്തിൽ ജോയിന്റ് കൺവീനർ മേരി പാപ്പച്ചനും പങ്കെടുത്തു. ഊട്ടുതിരുനാൾ ദിനം 9-ാം തീയതി ഞായറാഴ്ചയാണ്.
രാവിലെ 10 മണിക്ക് റൈറ്റ് റവറൻഡ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി മുഖ്യ കാർമ്മികനായി ദീപബലിയും തുടർന്ന് ഊട്ടുസദ്യ ആശീർവാദം നടത്തും. സഹവികാരി ഫാദർ ബിയോൺ കോണോത്ത്, കൈക്കാരന്മാരായ ടോമി കൂട്ടാട്ട്, PT സെബാസ്റ്റ്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നു. CJ ജോയ്, സിറ്റി വോയ്സ്, ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.